ചെയ്യണേ. ഇത് നമുക്കൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. അതിനായി ചക്കക്കുരുവും ചക്കയും ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാറ്റിനും മൂത്ത ചക്കയാണ് എല്ലാറ്റിനും നല്ലത്. എരിശ്ശേരിയാക്കാനും ചക്കപ്പുഴുക്കാക്കാനും എല്ലാവരും മൂത്ത ചക്കയാണ് നല്ലത്. ചക്ക നന്നായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ചെറുകിയ തേങ്ങ അരമുറി, ഉപ്പ്, ഉഴുന്ന് പരിപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മിക്സിയിൽ വറ്റൽമുളക് എടുത്ത് ഒന്ന് അടിച്ചത്, ഇത് വെളുത്തുള്ളി, ഇത് കടുക്, ഇത് കരിവേപ്പില, ഇത്രയും സാധനമായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇതിട്ട് ചക്കയും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒരു വിസിലടിക്കും. ഈ കുക്കറിലേക്ക് നമുക്ക് ഈ ചക്കയെല്ലാം കുക്കറിലേക്ക് ഇടാം. ചക്കപ്പുഴുക്കിന് വേണ്ടി ചക്ക നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഞാൻ കുറച്ച് നല്ലോണം ചക്ക ഇരിഞ്ഞ് വെച്ചിന്. ഒരു 3/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇടാം, ഒരു നല്ല കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി. പിന്നെ പാകത്തിന് ഉപ്പ് ഞാൻ എടുത്ത് വെച്ച്, ഉപ്പ് നല്ലോണം വെക്കുന്നതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിലടിക്കുന്നത് വരെ അടുപ്പത്ത് വെച്ച് കുക്കറിൽ വേവിക്കാം. ഇത് ഒരു വിസിലടിക്കുന്നത് വരെ നമുക്ക് വേവിക്കാം. നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിസിൽ ഊരിയിട്ട് നോക്കാം. ചക്ക പുഴുക്ക് നന്നായി വെന്തിട്ടുണ്ട്. ചക്കപ്പുഴുക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുകിയ തേങ്ങ ഇടാം. ചെറുകിയ തേങ്ങ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒന്ന് നന്നായി മിക്സാക്കണം. ചെറുകിയ തേങ്ങയിട്ട് ഒന്ന് നന്നായി മിക്സാക്കണം. മിക്സാക്കി ഇത് നമുക്കിവിടെ വാങ്ങി വെക്കാം. ഇത് നമുക്കൊരു ബാരുള്ളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി. ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ്, ഉഴുന്ന് പരിപ്പ് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച വെളുത്തുള്ളിയും വറ്റൽമുളക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചതാണ് ഞാൻ, അതും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ, ഇത് ഭയങ്കര പേടിയാണ് എനിക്ക്. ഇനി നമുക്ക് ചക്കപ്പുഴുക്കിലേക്ക് ഇത് വറുത്തിടാം. ഇതിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. പൊടി ചക്കപ്പുഴുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വിളമ്പാം നമുക്ക്. നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.